കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിലൂടെ മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറന്നു. വികാരനിർഭരമായ സീനൊക്കെ ചിത്രീകരിച്ച ഒരു പാലം കൂടിയായിരുന്നു ഇത്. അതിലൊരു മനോഹരമായ ഒരു പാട്ടും കൂടിയുണ്ട്. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മഴങ്ങും പഴം പാട്ടിൽ മുങ്ങി. ആ ഒരു പാട്ടിതായിരുന്നു. ആ ഒരു സീനും മോഹൻലാലിൻ്റെ നിസ്സഹായതയും വേദനയും ഒക്കെ നിർമ്മിച്ചെടുക്കുന്ന ഒരു പാലം കൂടിയായിരുന്നു ഇത്. ആ പാലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നാളുകൾക്ക് മുൻപ് ഈ ഒരു പാലം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്ന ഒരു നിലയിലായിരുന്നു. പിന്നീട് അത് ഈ നാട്ടിലെ സാധാരണക്കാരൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ പഴയ പാലമായി മാറ്റിയെടുത്തതും. ഇപ്പോൾ ഇതൊരു വിനോദ സഞ്ചാര കേന്ദ്രം കൂടിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് വെള്ളായണിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, ഒരുപാട് ആൾക്കാർ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോടൊക്കെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. കിരീടം സിനിമയിൽ ലാലേട്ടൻ ഇരുന്നത്, ലാലേട്ടൻ എന്ന് പറയുമ്പോൾ ഒറ്റ വാക്കിൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. ആ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു. ഇന്നും ആ സിനിമ കാണുന്ന ഒരുപാട് മലയാളികൾ നമ്മുടെ കേരളത്തിലുണ്ട്. എന്തായാലും ആ ഒരു സ്ഥലത്ത് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ ലാലേട്ടൻ്റെ ഓർമ്മകൾ എന്നും ഇവിടെ ഉണ്ട് എന്ന് തന്നെ പറയാം. സംസ്ഥാനത്തെ ഒരു കിരീടം എന്ന സിനിമയിലൂടെ അറിയപ്പെട്ട ഒരേ ഒരു പാലം കൂടിയാണിത്. എന്തായാലും ഒത്തിരി പേർ ഇവിടെയുണ്ട്. നമുക്കതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഒത്തിരി പേർ ഇവിടെ കാണാൻ എത്തിയിട്ടുണ്ട്. അതായത് ഫാമിലി ആയാലും കൂട്ടുകാരോടൊപ്പം ആയാലും ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ ഒരു പാലത്തിൻ്റെ അനുഭവം? ഇന്നും ലാലേട്ടനെ ഓർത്തിരിക്കുന്നത് കൊണ്ടാണോ ഈ പാലത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ഈ പാലം ലാലേട്ടൻ കിരീടം പാലം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിൽ തങ്ങി നിൽക്കും അല്ലേ? അപ്പോൾ എവിടെയാണ് ചേട്ടൻ്റെ വീട് വരുന്നത്? എൻ്റെ വീട് പള്ളിച്ചൽ. അപ്പോൾ എപ്പോഴും വന്നിരിക്കാറുണ്ടോ? മോഹൻലാലിൻ്റെ ഒരു ആരാധകനാണ്. അതെ. അപ്പോൾ ഈ കിരീട സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ പാലത്തിലാണ്. അതാണ് താമസിക്കുന്നത്. കുറച്ച് അപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഉറപ്പായിട്ട്. എന്താണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നല്ലൊരു ഫീലാണ്. നമുക്ക് ഒരു സമാധാനം അതൊക്കെ ആയിരിക്കും. ലാലേട്ടനെ ഓർത്തിരിക്കാൻ കഴിയുന്നല്ലേ. ഇപ്പം ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ സന്തോഷം തോന്നുന്നുണ്ടോ? എപ്പോഴും വരാറുണ്ടോ? ആരോടൊപ്പം വന്നത്? അച്ഛനോടൊപ്പമാണ് വന്നത്. എല്ലപ്പം വന്ന് ഇരിക്കാറുണ്ടോ ഇവിടെ? ഏത് സ്കൂളിൽ പഠിക്കുന്നത്? സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണോ? എത്രാം ക്ലാസ്സിലാണ്? എല്ലാപ്പം വരാറുണ്ടോ? ഒഴിവ് സമയം കിട്ടുമ്പോൾ അല്ലേ? ഇപ്പോഴും കാണാറുണ്ടോ? സിനിമ കാണാറുണ്ടോ ലാലേട്ടൻ്റെ? ഒരു ആരാധകനാണല്ലേ? അപ്പോൾ ഈ ഒരു കിരീടം പാലത്തിനടുത്ത് ചേർന്ന് ചേച്ചി ഒരു കട പോലെ നടത്തുന്നുണ്ടല്ലേ? എത്ര വർഷമായി ഇവിടെ ഇങ്ങനെ നടത്തുന്നുണ്ട്? കട ഞാൻ തുടങ്ങിയിട്ട് 6 വർഷത്തോളമായോളാം. അന്നിവിടെ വലിയൊരിതല്ല, കിരീടം പാലം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇപ്പോഴും ഭയങ്കരമായിട്ട് ഫേമസായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിരീടം പാലം എന്നുള്ളത് തന്നെ പിള്ളേരെല്ലാം വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടും കല്യാണം ഫങ്ഷനും അങ്ങനെ കല്യാണത്തിൻ്റെതും ദേവതട്ടൊക്കെ എടുത്തൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ഇതായി. ഇപ്പം നല്ല തിരക്കായി. 6 വർഷത്തിന് മുമ്പ് ഞാൻ ഇരുന്ന അന്നത്തെ ഇതല്ല, ഇന്ന് നല്ല തിരക്കും ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പിന്നെ ഇന്ന് ഇത് ടൂറിസം വകുപ്പ് എടുത്ത് പണി നടക്കുന്നുണ്ട്. ഉദ്ഘാടനം ആയില്ല. അത് കഴിഞ്ഞാൽ ഇത്തിരി കൂടെ നല്ല ആവും. എൻ്റെ വീട് തിരുവല്ല സ്കൂളിൻ്റെ അടുത്ത്. ഞാനാണ് ഫസ്റ്റ് ഇവിടെ ആ ഭാഗത്ത് മരം ഇരിക്കുന്നതിൻ്റെ അടുത്ത് ആദ്യമായിട്ടൊരു കട വെച്ചത്. എന്ന് വെച്ചാൽ ഒരു മോള് സുഖമില്ലാത്തതുകൊണ്ട് അന്ന് എനിക്കൊരു കട വെക്കാണ്ടൊരിത് തന്നതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പണി കിടക്കുന്നതുകൊണ്ട് കടയില്ല. ഇപ്പം ഞാൻ ഓണമായിട്ട് തൽക്കാലം ഒരു മേശ ഇട്ടതാണ്. ഇപ്പം മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോള് പിന്നെ സുഖമില്ലാത്തൊരു മകളുണ്ട്. അയാളിപ്പം കിടപ്പാണ്. ഇപ്പോൾ വാൽവിൻ്റെ സർജറി കഴിഞ്ഞ് സർജറി ചെയ്തുകൊണ്ടിരിക്കുക. മോൾക്ക് ഹൃദയാഘാതം വന്ന് അറ്റാക്ക് വന്നു. അങ്ങനെ വെൻറ്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ അടുത്ത് ഓപ്പൺ സർജറിക്ക് വേണ്ടിയിട്ട്
കഴിഞ്ഞ മാസം 5 തവണ വിളിച്ചിട്ടുണ്ട് ശ്രീചിത്രയിൽ നിന്ന്, ഞങ്ങൾ കൊണ്ട് പോയില്ല. ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ലൊക്കേഷൻ കാണാനോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സിനിമ ഷൂട്ട് ചെയ്ത സമയത്തൊന്നും ഞാൻ വന്നിട്ടില്ല. മുമ്പല്ല, അപ്പോഴൊക്കെ നമ്മൾ കുഞ്ഞ്. പിന്നെ അതിന് ശേഷം വന്നിട്ടുണ്ട് ഒരുപാട് സിനിമ. കിരീടം സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സിനിമ എടുത്തിട്ടുണ്ട്. മോഹൻലാൽ തന്നെ അപ്പു സിനിമ എടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. ജയറാം, ആറാം തമ്പുരാൻ, സുരേഷ് ഗോപി എന്ന സമൂഹം സിനിമ, അങ്ങനെ പല. പക്ഷേ ആ ഒരു സിനിമയുടെ പേരിലാണ് ഇത്. പക്ഷേ കിരീടം സിനിമയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. പിന്നെ സുരേഷ് ഗോപി സാർ ഇപ്പോഴും ഇവിടെ റോഡ് പണി ചെയ്തപ്പോഴാണ് ഇത് തിലകൻ നാമമെന്ന് ഈ റോഡ് അറിയപ്പെട്ടത്. പക്ഷേ ഇവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ പിന്നെ മോഹൻലാൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നും ആ കിരീട സിനിമയാണ് നല്ല രീതിയിൽ ലാലേട്ടൻ്റെ പേര് പറയുമ്പം തന്നെ എല്ലാവരും അതല്ലേ പറയുന്ന കിരീട സിനിമ. അപ്പോൾ ആ പാലത്തിൽ വരണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം അപ്പം എന്തായാലും കച്ചവടമൊക്കെ നടക്കട്ടെ നല്ല രീതിയിൽ. ഇപ്പം നടക്കുന്നുണ്ടോ നല്ല രീതിയിൽ? കച്ചവടം കുറവ് തന്നെയാണ്. ഇവിടെ തിരക്ക് രാവിലെ മുതലേ ഉണ്ട്. ഇപ്പോഴും നേരത്തെക്കാട്ടി ഇപ്പോഴും രാവിലെ മുതലേ നല്ല തിരക്കാണ്. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴും തിരക്ക് തന്നെയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. പിന്നെ എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല, അവളെ വെയിൽ ഒത്തി കൂടെ കഴിഞ്ഞാൽ നല്ല വെയിലാണ്. ഒരു കുട പോലും വെക്കാൻ പറ്റില്ല. ഞാനൊരു 10-12 മണിയൊക്കെ ആകുമ്പോഴേ വരുള്ളൂ. വന്നിട്ടൊരു 5 മണി വരെയൊക്കെ ഇരിക്കും. ശനിയും ഞായറും മാത്രമേ ഞാൻ വരുള്ളൂ. എന്നുവെച്ചാൽ വെയിലായതുകൊണ്ടേ കുട പോലും വെക്കാൻ പറ്റില്ല. പണി ഇതായില്ലല്ലോ, ഉദ്ഘാടനം ഉടനെ ഉണ്ട്. കണ്ടിട്ടുണ്ടാവുമല്ലേ? എത്ര സിനിമ ഒരു 10 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. കിരീട ഏതെങ്കിലും സീൻ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? കിരീട സിനിമയിൽ പിന്നെ മോഹൻലാൽ ഇരിക്കുന്ന ആ ഒരു രംഗം ഉണ്ടല്ലോ, പാർവതി നടന്നു വന്നിട്ട് ഇവർ രണ്ടും കൂടെ സംസാരിക്കുന്നത്. പിന്നെ യദുകൃഷ്ണ അനുജനായിട്ട് അഭിനയിച്ചത് മറ്റേ ശ്രീനാഥ് സാർ അവിടെ സംസാരിക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് അവർ കയ്യും കാലും കഴിയുന്നത് നടന്നു പോകും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു കിരീടം സിനിമയുടെ ആ ഒരു ഇത് കാണും. പിന്നെ ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട് കിരീടം പാലം ഏതേച്ചി എന്ന്. മിക്കവരും എന്നോട് തന്നെ വന്ന് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതാണ് എന്ന് പറയും. അങ്ങനെ അവർ വന്ന് ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാറുണ്ട്. ഫോട്ടോ എടുക്കാൻ വരുന്നവരുണ്ട്. എപ്പോഴും തിരക്ക് തന്നെയാണ്. അതുകൊണ്ട് ലാലേട്ടൻ വന്നാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം. പിന്നെ ഈ പണി ഏറ്റെടുത്ത് നല്ല രീതിയിൽ ചെയ്ത് ഇങ്ങനെ ആരും സംരക്ഷിക്കാതില്ലാതെ കിടക്കുമായിരുന്നല്ലേ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഇതൊരു കാട് കയറി കിടന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴാണ് ഒരുപാട് മാറ്റം വന്നത്. ഇത് മാറ്റം വരണം. ഇത്രയല്ല, ഇനിയുള്ള തലമുറയിലുള്ള മക്കൾക്കായിരുന്നാലും വന്നിങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും കിരീടം പാലം എന്നറിയപ്പെട്ട ഒരു സ്ഥലമുണ്ടെന്നും അങ്ങനെയൊക്കെ വരുമ്പോഴേ അതൊരു സന്തോഷമല്ലേ എല്ലാവർക്കും, അല്ലേ? ആ ഒരു സിനിമയുടെ പേരിൽ അപ്പോൾ ലാലേട്ടൻ വരണം. അതിന് മനോഹരമായ പാട്ടുണ്ടല്ലോ, ചേച്ചിക്ക് അറിയോ പാട്ട്? കണ്ണീർ പൂവിൻ്റെ പാടിത്തരുമോ? എനിക്ക് പാടാനെന്ന് അറിഞ്ഞൂടാ, അതറിയാം. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിലൂടെ മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറന്നു. എനിക്ക് പാടാൻ അറിഞ്ഞൂടാക്ക. കൊള്ളാം, പാടാൻ അറിയില്ലെന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ട് പാടി. എന്തായാലും ഒരുപാട് പേർ ഈ ഒരു കിരീടം പാലത്തിലേക്ക് എത്താറുണ്ട്, ഫാമിലിയായിട്ടും കൂട്ടുകാരായിട്ടും ഒക്കെ. ലാലേട്ടൻ്റെ ഓർമ്മകളുള്ളൊരു പാലമായതുകൊണ്ട് തന്നെ ഒരു മലയാളിക്കും ഈ ഒരു പാലത്തിൻ്റെ ഓർമ്മകൾ മറക്കാൻ കഴിയില്ല. കൂടാതെ ഈ ഒരു പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ലാലേട്ടൻ ഇവിടെ എത്തണമെന്നാണ് അവരുടെയൊക്കെ ആഗ്രഹം. ഇപ്പോൾ ഒരു ചേച്ചിയോട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ലാലേട്ടൻ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.